ഒട്ടനവധി പ്രാവശ്യങ്ങൾ ഇതുപോലെയുള്ളതായ സുവിശേഷ സന്ദേശങ്ങൾ ശ്രമിപ്പാൻ ഈ ദേശവാസികളായ നിങ്ങൾക്ക് ഏവർക്കും സർവേശ്വരൻ അവസരങ്ങൾ തന്നിട്ടുണ്ടല്ലോ. എങ്കിലും വീണ്ടും ഞങ്ങൾ അതേ സന്ദേശവുമായി നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും എത്തുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാലം ഒരു വല്ലാത്ത അവസ്ഥാവിശേഷങ്ങളിലേക്ക് നമ്മളെ എല്ലാവരെയും നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ളതായ സംഭവ വികാസങ്ങളുടെ നടുവിലാണ് നാം എല്ലാം ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യന്റെ പോക്ക് എങ്ങോട്ട്, കാലത്തിന്റെ കുത്തൊഴുക്ക് ഏതു വിധത്തിൽ, നാളുകളിൽ ഇവിടെ എന്ത് സംഭവിപ്പാൻ പോകുന്നു എന്നൊക്കെയുള്ള ഭീതിയേറിയ നിമിഷങ്ങളായി മനുഷ്യ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, പത്രവാർത്തകളായി നമ്മുടെ മുൻപിലെത്തുന്ന പ്രഭാത വാർത്തകളൊക്കെ നമ്മളെ ഏറെ ഞെട്ടിപ്പിക്കുന്നതും ഈ ലോക ജീവിതത്തിൽ ഏറെ നിരാശകൾ നമുക്ക് നൽകുന്നതുമായ വാർത്തകളാണ്. സന്തോഷമേകുന്ന, ജീവിതത്തിൽ പ്രതീക്ഷയർപ്പിക്കുവാൻ കഴിയുന്ന ഒരു വാർത്തകളും നമുക്കിവിടെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. ശാസ്ത്രലോകത്തെ വാർത്തകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ ഈ പ്രപഞ്ചത്തിന്റെ, ഭൂമിയുടെയൊക്കെ നിലനിൽപ്പിന്റെ താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന, ഏത് നിമിഷത്തിലും മനുഷ്യനൊന്നും ചെയ്യുവാൻ കഴിയാത്ത വിധത്തിലുള്ള സംഭവങ്ങൾക്ക് മാനവകുലം സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന വാർത്തകളാണ് നാസ പോലെയുള്ളതായ ശാസ്ത്രലോകം നമ്മുടെ മുൻപിൽ എത്തിക്കുന്നത്. അടുത്ത ദിവസം നമ്മൾ ശ്രദ്ധിച്ചു, കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്ന തീഗോളമെന്ന് ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സൂര്യനിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ നടന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള എത്രയെത്ര വാർത്തകൾ ശാസ്ത്രലോകം നമുക്ക് മുൻപിൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ തലത്തിലുമുള്ള വാർത്തകൾ, രാഷ്ട്രീയ തലത്തിൽ, മതപരമായ നിലയിൽ ഒക്കെയുള്ള വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഏറെ നമുക്ക് നിരാശ നൽകുന്ന വാർത്തകളാണ് ഇവിടെ ശ്രവിപ്പാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ, മുൻപൊക്കെ ആളുകൾ പറഞ്ഞിരുന്നത് പോലെ ലോകം ഒരു അവസാനത്തിന്റെ വക്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏവർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാലമാണ്. മനുഷ്യജീവിതം ഇവിടെ വളരെ ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം നമുക്കറിയാമല്ലോ. ഒരു ഭാഗത്ത് വന്യജീവികൾ നാട്ടിലിറങ്ങി മനുഷ്യജീവിതത്തെ ഏറെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തം ഭൂമിയിൽ ഇഷ്ടമുള്ള കൃഷി വസ്തുക്കൾ കൃഷി ചെയ്ത് യഥേഷ്ടം അതിന്റെ വിളവെടുത്ത് അനുഭവിച്ചുകൊണ്ടിരുന്ന നമുക്ക് ഇന്നതിന് സാധിക്കുന്നില്ല. നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം വന്യജീവികളുടെ കൈകളിൽ അമർന്നു കഴിഞ്ഞു. സാധാരണക്കാരായവരൊക്കെ കൃഷികൾ ഉപേക്ഷിച്ച് മാറിക്കഴിഞ്ഞിരിക്കുക. മറ്റൊരു ഭാഗത്ത് ലഹരി മാഫിയകൾ നമ്മുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും
പട്ടണങ്ങളും നഗരങ്ങളുമെല്ലാം പിടിച്ചടക്കി കഴിഞ്ഞു. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ പോലും സമാധാനത്തോടെ നമുക്ക് അവശ്യ വസ്തുക്കൾ നേടിയെടുക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിലേക്ക് വിടാൻ കഴിയാത്ത വിധത്തിൽ കാലം മാറിക്കഴിഞ്ഞിരിക്കുക. മൃഗങ്ങളെക്കാൾ അധപ്പതിച്ച സ്വഭാവവുമായി മനുഷ്യർ മാറിയിരിക്കുക. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഏറെ മുതിർന്ന സ്ത്രീകളെ പോലും ഏതു വിധത്തിലും ആക്രമിക്കുവാൻ തയ്യാറായിരിക്കുന്ന വളരെ സാൻമാർഗീയ ബോധം നഷ്ടപ്പെട്ട ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും മനുഷ്യ ജീവിതം ഈ ഭൂമിയിൽ ദുസ്സഹമായിരിക്കുക. കഴിഞ്ഞ 5 വർഷങ്ങളെക്കാൾ കേരളം കണ്ടിരിക്കുന്ന, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂർ ജീവിക്കുന്ന നമ്മളൊക്കെ കണ്ട അതികഠിനമായ ചൂട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. പ്രകൃതിയുടെ എല്ലാ താളങ്ങളും തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു വരുമ്പോൾ എന്തുകൊണ്ട് എന്ന ഒരു ചോദ്യം നമുക്ക് മുമ്പിൽ ഉയർന്നു വരുന്നില്ലേ? ഓരോരുത്തർക്കും ഓരോരോ കാരണങ്ങൾ പറയാനുണ്ട്. ആവാസ വ്യവസ്ഥയിൽ വന്നതായ വ്യതിയാനങ്ങളെ ഈ പ്രകൃതിയുടെ താളം തെറ്റലിന് കാരണമായി ബുദ്ധിജീവികൾ വിലയിരുത്തുമ്പോൾ മനുഷ്യന്റെ സാൻമാർഗീയ ബോധം നഷ്ടപ്പെടുവാൻ കാരണമായി മതശ്രേഷ്ഠർ പലതും നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ഇതിനൊക്കെ വളരെ വ്യക്തമായ അറിവ് നമുക്ക് തരുന്നത്, ഇതിന്റെ എല്ലാം അടിസ്ഥാന കാരണം മനുഷ്യന്റെ പാപമാണ്. പാപമെന്ന വാക്ക് കേൾക്കുമ്പോൾ പൊതുവെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വരുന്നത് മോഷണമോ പിടിച്ചുപറിയോ വഴക്കോ കൊലപാതകങ്ങളോ ഈ വിധ പ്രവർത്തികൾ ആണ്. ഒരുപക്ഷെ നമ്മൾ ആരും അത് ചെയ്യാത്തത് കൊണ്ട്, നമ്മളിൽ പലരും അങ്ങനെയല്ലാത്തത് കൊണ്ട് നമ്മൾ പാപികളല്ല എന്നൊരു വിവക്ഷയിലേക്ക് നമ്മൾ മാറാറുണ്ട്. എന്നാൽ വേദപുസ്തകം പാപമെന്ന വാക്കിന് നൽകുന്ന വിവക്ഷ ഈ പറയപ്പെട്ടവയൊന്നുമല്ല. മനുഷ്യനിലെ പാപത്തിന്റെ സ്വാധീനത ശക്തി എത്രത്തോളമുണ്ടോ അതിനനുസരിച്ച് ജീവിത സ്വഭാവങ്ങൾ അഥവാ പാപത്തിന്റെ ഫലങ്ങൾ പുറത്തു വരുന്നു എന്നതാണ് സത്യം. ശരിയായ വളക്കൂറ് ലഭിക്കാത്ത ഇടത്ത് ഏതെങ്കിലും ഒരു വൃക്ഷത്തിന്റെ ചെടിയുടെ തയ്യ് മുരടിച്ചു വളരുമ്പോൾ അതിനു വേണ്ടത്ര ഫലം ലഭിച്ചെന്ന് വരില്ല. വളക്കൂറുള്ള മണ്ണിൽ നന്നായി വളർന്ന് ഏറെ ഫലങ്ങൾ അതേ ചെടി നൽകാറുണ്ട്. എന്നതുപോലെ പാപത്തിന്റെ വളക്കൂറ് ഏറെ ലഭിക്കുന്ന മനുഷ്യരിൽ പാപത്തിന്റെ പരിണിത ഫലങ്ങളായ ഞാൻ മുൻപേ പറയപ്പെട്ട സ്വഭാവവിശേഷങ്ങൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ ചിലരിൽ അത് അത്രത്തോളം വളർച്ച പ്രാപിച്ചെന്ന് വരില്ല. വിശുദ്ധ വേദപുസ്തകം എങ്ങനെ പറയുന്നു? ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവതേജസ് നഷ്ടമാക്കി കളഞ്ഞു. സ്നേഹിതരെ, എല്ലാ മനുഷ്യരും പാപിയാണ്. ആശഭാരതത്തിലെ ആപ്തവാക്യം തന്നെ പാപിയല്ലാതില്ലൊരു നരനികെ കോപശീലം ശിശുക്കളിലും ഉണ്ടാവുന്ന എന്നാണല്ലോ. സകല മനുഷ്യരും പാപിയാണ്.
മനുഷ്യനായി ഭൂമിയിൽ പിറന്ന മനുഷ്യർ ഏവരും പാപിയാണ്. അതൊരു മതസ്ഥാപകനായാലും ഒരു മതത്തിന്റെ അധ്യക്ഷനായാലും ഏത് നിലകളിൽ ഗണിക്കപ്പെടുന്ന വ്യക്തിയായാലും മനുഷ്യനാണോ പാപിയാണെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ബൈബിൾ മാത്രമല്ല ആ സത്യം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നുലകത്തിലുള്ള സകല മതങ്ങളും ഒരുപോലെ മനുഷ്യരെ പഠിപ്പിക്കുന്നു, മനുഷ്യൻ പാപിയാണ്. മനുഷ്യന്റെ പാപത്തിന്റെ ആധിക്യം വർദ്ധിക്കുന്നതനുസരിച്ച് അതിന്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യൻ നേരിടേണ്ടി വരുന്നു. ഈ പാപത്തിന് പരിഹാരം തേടുവാനായി മാനവകുലത്തിനിടയിൽ ഉദയം ചെയ്ത മനുഷ്യരിൽ നിന്നുളവായ അനേക മതസ്ഥാപകന്മാർ തങ്ങളുടെ മതമനുസരിച്ച് അഭിപ്രായമനുസരിച്ച് അനുഗാമികൾക്കൊത്തിരി സാരോപദേശങ്ങൾ നൽകുവാനിടയാണ്. പക്ഷേ മനുഷ്യനിൽ ലഭിച്ചിരിക്കുന്ന സാരോപദേശങ്ങളൊന്നും ഒരു മനുഷ്യന്റെയും പാപത്തിന് ശാശ്വതമായ പരിഹാരമല്ലാതിരിക്കുമ്പോൾ മനുഷ്യനെ സ്വന്തം ഛായയിൽ മണ്ണിൽ നിന്ന് മണ്ണുകൊണ്ടുണ്ടാക്കി ഈ വാർത്തലം അവൻ അവകാശമായി കൊടുത്തു പാർപ്പിച്ച ദൈവം അവന്റെ പാപത്തിന് പരിണിത ഫലമാകേണ്ടതിന് ദൈവത്തോടുള്ളതായ തന്റെ സമത്വം ഉപേക്ഷിച്ചിട്ട് തന്റെ ദൈവത്വം ഊരിവെച്ച് മനുഷ്യത്വത്തിലേക്ക് താൻ വേഷധാരിയായി ഈ ലോകത്തിലേക്ക് വന്ന് മനുഷ്യന്റെ മുഴുവനും പാപത്തിന് പരിഹാരമായി താൻ തന്നെ എന്നേക്കുമുള്ള ഒരു യാഗമായി തീർന്നുകൊണ്ട് പാപികളായ മനുഷ്യന്റെ പാപരക്തം, പാപത്താൽ മലിനമാക്കപ്പെട്ട പാപ ജീവിതം ശുദ്ധീകരിക്കുവാനായി പാപമില്ലാത്ത പരിശുദ്ധ രക്തം ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയുടെ മധ്യസ്ഥലമെന്ന് വിശേഷിപ്പിക്കപ്പെടുവാൻ കഴിയുന്ന പാലസ്തീനിൽ 2 കള്ളന്മാരുടെ നടുവിൽ ക്രൂശിൽ 3 ആണികളെ തൂങ്ങി മരിച്ചുകൊണ്ട് തന്റെ അവസാനത്തുള്ളി രക്തം വരെയും പാപത്തിന് പരിഹാരമാകേണ്ടത് ഊറ്റി തന്നുകൊണ്ട് ക്രൂശിൽ മരിച്ച് പാപപരിഹാരം വരുത്തുവാനിടയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്, മനുഷ്യന്റെ കർമ്മമാർഗങ്ങളൊക്കെ പാപത്തിന് പരിഹാരമായി ഇവിടെ ഉതകുമെന്ന് പ്രതീക്ഷിച്ചതിന്റെ പിന്നാലെ പോയി മനുഷ്യൻ നശിക്കുമ്പോൾ, പാപം പിന്നെയും പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ പാപത്തിനുള്ള ഏക പരിഹാര മാർഗം 2000 വർഷങ്ങൾക്ക് മുൻപ് ക്രൂശിൽ മരിച്ച, കല്ലറയിലടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവരും താമസമില്ല തന്നിൽ വിശ്വസിക്കുന്നവരെ ചേർത്തുകൊള്ളുവാൻ രണ്ടാമത് മടങ്ങി വരുന്നവരുമായ നസ്രേനായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസത്താൽ അല്ലാതെ ഒരു മനുഷ്യനും രക്ഷ പ്രാപിപ്പാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അതേ സ്നേഹിതരെ, ഇന്നത്തെ മനുഷ്യന്റെ എന്നല്ല, ഏത് കാലത്തുമുള്ള മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം പാപമാണ്. ആ പാപത്തിന് പരിഹാരമാർഗം ഒന്നേയുള്ളൂ, അത് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിലുള്ള വിശ്വാസത്താണ്. അത് ലഭിക്കുവാൻ മനുഷ്യൻ പണം മുടക്കേണ്ട, തീർത്ഥാടനങ്ങൾ നടത്തേണ്ട, ഏതെങ്കിലും പ്രത്യേകമായ പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ട. ഇന്നേക്ക് ചില വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെയുള്ള കർമ്മമാർഗങ്ങളിലൂടെ മോക്ഷപ്രാപ്തിയെ പ്രാപിക്കാമെന്ന് കരുതി അതിനു വേണ്ടതായ പ്രക്രിയകൾ നടത്തി ജീവിതത്തിൽ നിരാശ കൊണ്ട് ആത്മഹത്യകളിലേക്ക് വഴി തുറക്കപ്പെട്ട ജീവിതത്തിന്റെ ഉടമകളാണ് ഞങ്ങളിൽ ഇവിടെ നിൽക്കുന്ന പലരും. മദ്യം കൊണ്ടും ലഹരി വസ്തുക്കൾ കൊണ്ടുമൊക്കെ ജീവിതം ആനന്ദമാക്കാമെന്ന്
ജീവിതത്തിന്റെ ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ മറന്ന് അല്പനേരമെങ്കിലും ജീവിതം സന്തോഷപൂരിതമാക്കാമെന്ന് കരുതി ലോകത്തിന്റെ താൽക്കാലികമായ ഈ വിധ സന്തോഷ മാർഗങ്ങളുടെ പിന്നാലെ പോയ ആളുകളാണ് ഞങ്ങളിൽ പലരും. അവയൊക്കെ ഞങ്ങൾക്ക് നിരാശകൾ മാത്രം നൽകിയപ്പോൾ പ്രതീക്ഷിച്ചതായ ഫലങ്ങൾ കാണുവാൻ ഞങ്ങൾക്കാർക്കും സാധിക്കാതെ പോയപ്പോൾ കൈപ്പേറി ജീവിതം അവസാനിപ്പിച്ച് ഈ മണ്ണിൽ ജീവിതം ഒടുങ്ങട്ടെ എന്ന് തീരുമാനിച്ച സന്ദർഭങ്ങളിൽ മതങ്ങളല്ല ഞങ്ങളെ രക്ഷിച്ചത്. ഞങ്ങൾ വിശ്വസിച്ച് ഞങ്ങൾ കൊടി പിടിച്ച് നടന്ന ഇസങ്ങളല്ല ഞങ്ങളെ രക്ഷിച്ചത്. ഞങ്ങൾക്ക് വേണ്ടി ആരും മുൻപോട്ട് വരാതിരുന്നപ്പോൾ ഞങ്ങളുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് ഞങ്ങളെ തേടി വന്ന ഒരു രക്ഷിതാവ് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അല്പസമയങ്ങൾ വേർതിരിച്ച് ഈ പകലിൽ നിങ്ങളുടെ അടുക്കലേക്ക് ഈ സന്ദേശവുമായി എത്തുന്നത്. സ്നേഹിതരെ, ഞാനിവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞങ്ങളുടെ കേൾവിക്കാരായ ഞങ്ങളുടെ സ്നേഹിതന്മാർ പലര് കെട്ടിട നിർമ്മാണങ്ങളിലും മറ്റുമൊക്കെ ഇവിടെ ആയിരിക്കുന്നുണ്ട്. ഈ കടുത്ത ചൂട് ഏറ്റുകൊണ്ട് കഠിനാധ്വാനങ്ങൾ ചെയ്യുന്നത് കുടുംബം പുലർത്തുവാൻ, ജീവിതം സന്തോഷമാക്കുവാനാണ്. പക്ഷേ സന്ധ്യയാകുമ്പോൾ ഈ ജീവിതത്തിന്റെ കഠിനമേറിയ അനുഭവങ്ങളൊന്ന് മറക്കുവാൻ ലഹരി പദാർത്ഥങ്ങളിലേക്ക് പോയി ജീവിതം തകരുന്ന എത്രയോ പേർ ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്നേഹിതരെ, ഇതിലൊന്നും പരിഹാരം തരാൻ കഴിയാതിരിക്കുമ്പോൾ സ്നേഹത്തോട് ഞങ്ങൾ ഉപദേശിക്കുന്നു, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം തേടുവാൻ കഴിയും. അതെ, ഞങ്ങൾക്ക് ഈ സന്ദേശം കൈമാറുവാൻ പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ചെറിയ നിമിഷങ്ങൾ കൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തട്ടെ. ഈ രാവിലെ സമയം ഞങ്ങളുടെ